കോവിഡ് വാക്സിൻ യുവാക്കളിലെ മരണനിരക്ക് കൂട്ടിയോ? സർക്കാർ കണക്കുകൾ പുറത്ത്. കോവിഡ്-19 വാക്സിനേഷൻ യുവാക്കൾക്കിടയിൽ മരണനിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന പ്രചരണം തെറ്റെന്ന് തെളിയിച്ച സർക്കാർ കണക്കുകൾ. 2019-നും 2023-നും ഇടയിൽ 35-44 പ്രായപരിധിയിലുള്ള യുവാക്കളുടെ ഇടയിൽ മരണനിരക്കിൽ കാര്യമായ മാറ്റമൊന്നുമില്ലെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നതായി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രായപരിധിയിലെ മരണനിരക്ക് താരതമ്യേന സ്ഥിരത പുലർത്തുകയാണ്. 2019-ൽ 3.30% മരണനിരക്ക്. ഇത് കോവിഡിന് മുമ്പുള്ള കാലമാണ്. വാക്സിനേഷൻ എടുത്തതിന് ശേഷമുള്ള 2022-23 വർഷങ്ങളിൽ ഇത് യഥാക്രമം 3.13%, 3.23% എന്നിങ്ങനെയാണ്. 2020-ലും 2021-ലും മരണനിരക്ക് 3.29%, 3.23%. വാക്സിൻ പാർശ്വഫലങ്ങൾ കാരണമാണ് യുവാക്കളിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നതെന്ന് പഠനങ്ങളിലൊന്നും തെളിയിച്ചിട്ടില്ല. മരണനിരക്ക് സംബന്ധിച്ച സർക്കാർ കണക്കുകളും ഈ പ്രായപരിധിയിലുള്ളവരുടെ മരണത്തെ വാക്സിനേഷനുമായി ബന്ധിപ്പിക്കാനാവില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് അകാല മരണങ്ങളെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും ലഭ്യമായ മരണനിരക്ക് കണക്കുകൾ വാക്സിനുകൾ സുരക്ഷിതമാണെന്ന ആരോഗ്യ വിദഗ്ധരുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നു. കേരളത്തിൽ 18 മുതൽ 44 പ്രായപരിധിയിലുള്ള 1,22,45,396 പേരാണ് കോവിഡ്-19 വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചത്. 1,08,60,254 പേർ വാക്സിന്റെ രണ്ടാം ഡോസും സ്വീകരിച്ചിട്ടുണ്ട്. അടുത്തിടെ പ്രത്യേകിച്ച് ജോലി സമയത്തോ വ്യായാമവേളയിലോ വ്യക്തമായ കാരണമില്ലാതെ യുവാക്കൾക്ക് മരണം സംഭവിക്കുന്നത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കോവിഡ് വാക്സിനാണ് ഇതിന് കാരണമെന്നായിരുന്നു പലരും അവകാശപ്പെട്ടത്. ഏതെങ്കിലും ചെറുപ്പക്കാരൻ മരിച്ചാൽ വാക്സിൻ കാരണമെന്ന നിഗമനത്തിലെത്തുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. വാക്സിനുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ നിലനിൽക്കുന്നെന്ന് കരുതുന്നതും തെറ്റാണ്. വാക്സിനേഷൻ യുവാക്കളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിന് തെളിവുകളുണ്ട്. എന്നാൽ ഈ കേസുകൾ വളരെ അപൂർവമാണ്. മരണനിരക്ക് അത് പ്രതിഫലിപ്പിക്കുന്നു. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എപ്പിഡെമിയോളജിസ്റ്റും എമിറേറ്റ്സ് പ്രൊഫസറുമായ ഡോക്ടർ വി രാമൻകുട്ടി പറഞ്ഞു.